ഈ പുനർജന്മം ഇങ്ങനെ ഈ ലെന പറയുന്ന കാര്യങ്ങളും ഇവർ പറയുന്ന കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ജീവൻ വിചാരിച്ചാൽ സംഭവിക്കും. അതിന് ജീവൻ വിചാരിക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. വി ഡോണ്ട് നോ വാട്ട് ലൈഫ് വിൽ വോണ്ട് ടു ഡു നെക്സ്റ്റ്. ഇപ്പോൾ AI ഉണ്ടാവും എന്ന് നമ്മളൊരു 20 കൊല്ലം മുമ്പ് നമ്മളോട് പറഞ്ഞായിരുന്നെങ്കിൽ, നമ്മളോട് സെൽഫോണിനെ കുറിച്ച് തന്നെ ഒരു 10-30 കൊല്ലം മുമ്പ് പറഞ്ഞാൽ നമ്മളൊക്കെ ചിരിക്കും. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ലിമിറ്റഡ് മെൻ്റൽ കപ്പാസിറ്റിയുടെ ഉള്ളിലുള്ള അറിവല്ല. നമുക്ക് ഒന്നും ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ നെവർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സയൻസ് എപ്പോഴും പ്രകൃതിനെ മനസ്സിലാക്കാൻ നോക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഒരു ടൂളാണ് സയൻസ്. നമ്മൾ ബുദ്ധിപരമായി മനസ്സുകൊണ്ട് ഞാൻ എന്താന്ന് തെളിയിക്കാൻ നോക്കുകയാണ്. അത് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു എന്താ പറയുക, വിനോദമാണ് സയൻസ്. നമുക്കിഷ്ടമാണ് സാധനങ്ങൾ പ്രൂവ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ഓൾറെഡി ഉള്ള സാധനങ്ങളല്ലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവൻ എന്താണെന്ന് പോലും അറിയാത്ത ലെവലിൽ എങ്ങനെ ജീവനെ സൃഷ്ടിക്കും? ആര് സൃഷ്ടിക്കും? ആര് സൃഷ്ടിക്കും? എന്തിൽ നിന്ന് സൃഷ്ടിക്കും? അതിനുള്ള ഒരുപാട് പരീക്ഷണങ്ങളും നടത്തിക്കോട്ടെ, അതൊരു വിനോദമാണ്. അതെന്താ സംഭവിക്കുന്നത്? അതൊരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ്. അല്ല, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ആരാണ് ഇത് ചെയ്യാൻ നോക്കുന്നത്? എന്തുകൊണ്ടുണ്ടാക്കും? എങ്ങനെ? ജസ്റ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി, ജസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. ഹൗ, വെൻ, വേർ, വൈ, എങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി എന്തിനും. അപ്പോൾ നമുക്ക് ഈ ഉത്തരം മുട്ടുന്ന സ്ഥലങ്ങൾ വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്. എന്നിട്ട് ഇനിയും ചോദിക്കുക. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ടാണ്. ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ടത്തരാണെന്ന് എനിക്കറിയില്ല. ഈ നമ്മളിപ്പോൾ ഒരാൾ മരിക്കുന്നു എന്ന് പറയുന്നു, പല ഇപ്പം കോൺസ്പിറസി തിയറികളും അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചില്ലുകൂട്ടിലിട്ട ഒരാളുടെ ദേഹത്ത് നിന്നും ജീവൻ പോയപ്പം കൂട് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയറി നമ്മളിപ്പോൾ യൂട്യൂബും ഗൂഗിളും അങ്ങനെ ഒരുപാട് ഈ ഗൂഢാലോചന സിദ്ധാന്തം, കോൺസ്പിറസി തിയറികൾ ഒരുപാടുണ്ട്. ഇങ്ങനെ ചില്ല് പൊട്ടിപ്പോയി, അതാണ് എനർജി പോയി എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മനുഷ്യന് ഇന്നോളം വളർന്ന മനുഷ്യന് ഒരു ശരീരത്തിനെയും അതിൻ്റെ ഓർഗൻസിനെയൊക്കെ അതേപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. പക്ഷെ അതിലേക്ക് എന്തോ ഒരു സാധനം കൊടുത്താലേ അത് ഓണാവുള്ളൂ. അതെന്തായിരിക്കും ശരിക്കും ഈ ജീവൻ? അതാണ് ജീവൻ. അതാണ് ഞാൻ പറഞ്ഞത്, വാട്ട് ഈസ് ജീവൻ? കോൺഷ്യസ് എനർജി. കോൺഷ്യസ് എനർജി വെറുതെ ഷോക്ക് അടിപ്പിച്ചാൽ പോരാ, കോൺഷ്യസ്നെസ് വേണം, ബോധമുള്ള ഊർജം, അതാണ് ജീവൻ. അതൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ആരുണ്ടാക്കും? ഈ ബോധമുള്ള ഊർജം ഓൾറെഡി ഉണ്ടല്ലോ. അതെങ്ങനെ ഇനി ഒരെണ്ണത്തിന് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഉണ്ട്. അത് വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കുകയുള്ളൂ. ഈ മനസ്സ് വിചാരിക്കുന്നത് അത് അങ്ങോട്ട് കയറി ഭരിക്കുന്നു. ഈ മനസ്സ്, ഈ ബോധമുള്ള ഊർജം ഉണ്ടാക്കിയ ഒരു ശരീരം ഇല്ലെങ്കിലും മനസ്സില്ല. ശരീരം മനസ്സ് ദേ ആർ എ കോംബോ. അതുകൊണ്ട് ശരീരവും മനസ്സും എന്നല്ല, ശരീര മനസ്സ്. ബിക്കോസ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ഹാർഡ്വെയർ കൊണ്ട് ഗുണമില്ല. രണ്ടും ടുഗദർ വേണം. അപ്പോൾ ഇതിനെയൊക്കെ ചലിപ്പിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ ഞാൻ, അല്ലെങ്കിൽ ജീവൻ, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ബോധമുള്ള ഊർജം. ആ ബോധമുള്ള ഊർജമാണ് ഈ ശരീര മനസ്സിനെ, ആ ബോധമുള്ള ഊർജത്തിനെ പ്രൂവ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്യും. പക്ഷെ പുതിയൊരു സാധനമൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അതിൻ്റെ തന്നെ എന്താ പറയുക, അസ്തിത്വം എന്നാണോ വാക്ക്? അസ്തിത്വം. അതിന്റെ തന്നെ അസ്തിത്വത്തിനെ പ്രൂവ് ചെയ്യുന്നു നമ്മളിലൂടെ. ഉള്ളതിനെ പ്രൂവ് ചെയ്യുന്നു നമ്മളിലൂടെ. നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ആര് ക്രിയേറ്റ് ചെയ്യും? അത് ഓൾറെഡി എല്ലാം ഉള്ളതിനെ കണ്ടുപിടിക്കുന്നു, ഉള്ളതിനെ പ്രൂവ് ചെയ്യുന്നു, തെളിയിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് തെളിവാണല്ലോ വലിയ കാര്യം. അപ്പോൾ തെളിയിച്ചു എന്ന് പറഞ്ഞ് തെളിയിക്കുകയാണ്. ആ മനസ്സിനെ വരെ, ഈ തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ പോലും ചലിപ്പിക്കുന്നത് അയാളുടെ ഉള്ളിലെ ജീവനാണ്. എന്നിട്ട് അയാൾ ജീവൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ നിൽക്കുകയാണ്. വെരി ഗുഡ്. ജീവൻ പ്രൊമോട്ട് ചെയ്യും. കമോൺ, കുറച്ചുകൂടെ ആഞ്ഞ് പരിശ്രമിക്കുമെന്ന് പറയും. അത്രേ ഉള്ളൂ. പുതുതായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം ഈ ജീവൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? ജീവൻ ഈ ശരീര മനസ്സിനെ വിട്ട് പോകുന്നതാണ് മരണം. എങ്ങോട്ട് ഇപ്പം പോകുന്നു എന്ന് പറയുമ്പോൾ? എവിടെ പോകുന്നു? ഇവിടെ പോകുന്നു.
ഇപ്പം എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത്? കുറച്ച് നേരം മൂക്കും വായ അങ്ങ് പൊത്തിയാൽ അപ്പം തന്നെ മരിക്കും. വിതിൻ 2 minutes മരിക്കും. ഇത്രയല്ലേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ശരീരം മനസ്സ്. കുറേ നേരം എന്നോട് ചോദ്യം ചോദിക്കുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, ഞാൻ കഴുത്തിൽ പിടിച്ച് അങ്ങ് അമക്കിയാൽ ചത്തുപോകും. എന്തുകൊണ്ട്? ശ്വാസം കിട്ടിയില്ല. അതാ ഇവിടെ തന്നെ, ഇവിടെയുള്ള ഈ ശ്വാസമല്ലേ വലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും. ഇവിടേക്ക് തന്നെ തിരിച്ചു പോകും, ഇതിൻ്റെ ഉള്ളിലോട്ട് പോവില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചത്തു എന്ന് പറയും. ഇത് മരണം. അതിനെ കുഴിച്ചിട്ടു, എവിടെ തിരിച്ച് പ്രകൃതിയിലോട്ട് പോയി, മണ്ണായി അല്ലെങ്കിൽ ചാരമായി, എന്തോ ആയി, അത്രയേ ഉള്ളൂ. ഈ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അതിനെ പറ്റിയൊക്കെ എന്താണ് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ലൈഫ് മനസ്സിന് കൊടുക്കുന്ന ഒരു ഷോക്കാണ്, ഒരു ബോൾട്ട് ഓഫ് ഷോക്ക്. എന്നിട്ട് അതോടുകൂടെ കംപ്ലീറ്റ്ലി മാറും മനസ്സ്. എല്ലാ ND പേഷ്യൻസിനും അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റാണ്. എന്താ, അവർ ചെറുതായിട്ടൊന്ന് കണ്ടു, ആ കാഴ്ച എല്ലാ കാഴ്ചകളും ഒരു ആകത്തുക സെയിം ആണ് ഇവർ പറയുന്ന കാഴ്ചകളെല്ലാം. കുറെ ലൈറ്റും ഇതും അവരുടെ ഇഷ്ട ദൈവത്തിനെ കണ്ടു. മനസ്സാണ് ശാന്തമായി പൊക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ ശാന്തമാവും. പക്ഷെ അതൊക്കെ അപ്പോഴും മനസ്സിൻ്റെ പ്രൊജക്ഷൻസ് ആണ്. കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവരുടെ തന്നെ കുറേ വീഡിയോസ് കണ്ടാൽ നമ്മൾ അത് തന്നെ കാണും. ബിക്കോസ് മറ്റേ സൈഡ് കാണാൻ പറ്റില്ല, ബിക്കോസ് അപ്പോഴേക്കും മരിച്ചു പോകും, പിന്നെ തിരിച്ചു വരവില്ല. ആ അറ്റം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു അറ്റം കാണുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇത്ര സെക്കൻഡിനുള്ളിൽ തിരിച്ചു വരണം, അല്ലെങ്കിൽ പോയി, ശരീരം വിട്ടുപോകും. അപ്പോൾ ഈ മെഡിറ്റേഷൻ ടെക്നിക്സിൽ ഔട്ട് ഓഫ് ബോഡി മെഡിറ്റേഷൻസ്, ആസ്ട്രൽ പ്രൊജക്ഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ ആ ത്രെറ്റ് എപ്പോഴും ഉണ്ട്, മരണം എപ്പോഴാണെങ്കിലും സംഭവിക്കാം. ഈ ആസ്ട്രൽ പ്രൊജക്ഷനിലൊക്കെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവിക്കാം. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമ്മൾ ചോദ്യം ചെയ്യണം, നമ്മൾ അനുഭവിക്കണം, നമ്മൾ അനുഭവിച്ചറിയണം. പിന്നെ അത് നമ്മുടെ അറിവായി, വിശ്വാസമല്ല. ഒന്നിലും വിശ്വസിക്കരുത്. എന്തിനു വിശ്വസിക്കുന്നത്? നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ചോദിച്ചും അറിഞ്ഞും കൊണ്ടും പഠിച്ചും അനുഭവിച്ചു വേണം അറിയാൻ. ലൈഫ് അതിനാണല്ലോ ഒരു ശരീരം മനസ്സെടുക്കുന്നത്. ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എങ്ങനെയാണല്ലോ അറിഞ്ഞത്, എങ്ങനെയാണ് ശരിക്കും അത് അറിഞ്ഞിട്ടുണ്ട്? ഇതെല്ലാം ഈ പറയുന്ന വിഗ്യാൻ ഭൈരവ് തന്ത്രയിൽ 112 ടെക്നിക്കിൽ ഓഷോ എഴുതിയ ബുക്കല്ല അത്. വിഗ്യാൻ ഭൈരവ് തന്ത്ര ഒരു പുരാണമാണ്. 5000 വർഷം നമുക്ക് പറയാൻ പറ്റില്ല, വർഷങ്ങളൊന്നും നമ്മൾ പറയുന്നതാണ്. ഒരു വളരെ പ്രീ ഹിസ്റ്റോറിക്കൽ സാധനം പോലെയാണ്. അതെ, ആ ബുക്കാണ് എന്നോട് വായിക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് ഓഷോൻ്റെ ട്രാൻസ്ലേഷൻസ് ആണ്, ബിക്കോസ് നമുക്കൊന്നും സംസ്കൃതം വായിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ അത് പല ഗുരുക്കന്മാരും അതിനെ ലഘൂകരിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ആക്ച്വലി പറഞ്ഞാൽ എന്താണ്, ജീവനാണ്. എല്ലാവർക്കും ജീവനുണ്ടല്ലോ, മനസ്സിലായില്ലേ, പൊയ്ക്കോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പിന്നെ നമ്മൾ ഈ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഡിസ്കോഴ്സസ്, അതാണ് ആ ബുക്കിലൊക്കെ ഉള്ളത്, എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ ആക്ച്വലി വിഗ്യാൻ ഭൈരവ് തന്ത്ര എന്ന് പറയുന്നത് 112 ടെക്നിക്കാണ്, താന്ത്രിക് ടെക്നിക്സാണ്. നമ്മളതിൽ ഏത് ചെയ്താലും വേറൊരു വശം നമ്മൾ അനുഭവിച്ചറിയും. വളരെ ഡിഫിക്കൽട്ട് ടെക്സ്റ്റാണ് ഇത് ചെയ്യാൻ, വളരെ ഡിഫിക്കൽട്ടാണ്. 112 ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഫുൾ വായിച്ചിട്ടുണ്ട്. വായിക്കാനുള്ള ബുക്കല്ല, ചെയ്യാനുള്ള ബുക്കാണ്. എനിക്ക് 2.5 കൊല്ലം എടുത്തു ആ ഒരു ബുക്ക് തീർക്കാൻ, വേറെ ഒരു പണിയും ചെയ്യാതെ. എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന സമയം അല്ലാത്ത എല്ലാ മിനിറ്റും ഈ ബുക്കിലായിരുന്നു ഞാൻ. ലാലേട്ടനെ പോയി ട്രൈ ചെയ്തിട്ടുണ്ടാവും? ഞാൻ ചോദിച്ചിട്ടില്ല. ഈ മലയാള ബുക്കിന്റെ ഫോർവേഡ് എഴുതിയത് ലാലേട്ടൻ. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു എന്താ പറയുക, അദ്ദേഹം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് വളരെ ഇൻട്രസ്റ്റ് ഉള്ള. ഇപ്പോൾ ഈ ഇടയായിട്ട് കുറേയും കൂടെ പുതിയ ഇന്റർവ്യൂസും കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്ത് തുടങ്ങി. ബിക്കോസ് ഇതെന്താ മിക്കവരും ഇത് ഷെയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ കാഴ്ചപ്പാട് മാത്രമാണ്, എന്തിനാ വേറൊരാളെ അടിച്ചേൽപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായി. ഈ ഇപ്പം ഇത്രയും ജീവനിലും അല്ലെങ്കിൽ ദൈവം ഇതിലൊക്കെ ഒരു ഉത്തരം കാണുന്ന ലെന ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പം കോടിക്കണക്കിന് ദൈവങ്ങളുടെ പേരുകളും അത്രയും ദൈവങ്ങളും അതുപോലെ തന്നെ എവിടെ തിരിഞ്ഞാലും അമ്പലങ്ങൾ, പള്ളികൾ എല്ലാം ഉണ്ട്. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഏകദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതുപോലെ ഒരു മരണാനന്തര ചടങ്ങുകളിൽ, ക്രിയകളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒന്നിലും വിശ്വാസമല്ല. അതായത് റിലിജ്യൻ ഒരു ലെവൽ വരെ മെച്യൂരിറ്റിയുള്ള സോൾസിന് ഒരു ആശ്രയമാണ്. അവർക്കത് ആവശ്യമാണ്. അത് ആ സ്റ്റേജിലുള്ളവർക്ക് വേണ്ടതാണ്.